ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിലും അതുപോലെ നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ റാഗി ഇഡ്ഡലി വളരെ നല്ലതാണ് അല്ലേ. അപ്പോൾ ഇതിന് മുൻപ് ഇപ്പോഴും കുറേ മുൻപ് ഞാൻ റാഗി ദോശയുടെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ സബോള വഴറ്റിയിട്ട് അതിന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല, ഇഡ്ഡലി മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മിക്സ്ഡ് ജാറിൽ അരയ്ക്കുന്നവരാച്ചാൽ അങ്ങനെ ചെയ്തോളൂ. ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചേക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി എനിക്ക് തോന്നുന്നത് മിക്സ്ഡ് ജാറിൽ അരയ്ക്കുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നത്. അതായത് ആ കളറൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ള കളറിൽ കാണുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ മിക്സ്ഡ് ജാറിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ഗ്രൈൻഡറിലാണ് അരച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് റാഗിയാണെന്നറിയാം. റാഗിയുടെ ഗുണങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല, അറിയാലോ അല്ലേ. റാഗി, പഞ്ഞിപ്പുല്ല്, അങ്ങനെ എന്തൊക്കെ പറയില്ലേ, പല പേരുകൾ പല നാട്ടിൽ പറയും. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റാഗി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 ഗ്ലാസ് റാഗിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഗ്ലാസ് റാഗിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ റാഗി നമ്മളൊരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കുക. ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് നന്നായി കഴുകുകയാണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കുതിരാനായിട്ട് വെക്കാം. ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ കുതിർന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി കുതിർന്നാലാണ് നമുക്കിത് നന്നായി അരച്ചെടുക്കാനും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ റാഗി സാധാരണ വേനൽക്കാലത്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാലാൻ വെച്ചതിന് ശേഷം ഉണക്കി ഒരു ഡബയിലാക്കി വെക്കും. അത് പൊടിച്ചിട്ട് ഞാൻ റാഗി കൊണ്ട് കുറുക്ക് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലിക്കും ഒക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ അരിപ്പൊടി വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കണ പോലെ റാഗി പൊടി വെച്ചിട്ടും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം മുഴുവൻ റാഗി വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, അതാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അത് 2-3 പ്രാവശ്യം കഴുകി ഞാൻ വെള്ളം ഒഴിച്ചവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് റാഗിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിൽ ഉഴുന്നെടുത്തു. ഉഴുന്നും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വൈകിട്ട്, ഇപ്പോൾ ഞാൻ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് അരയ്ക്കുന്നത് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് അരച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ രണ്ടും ഇവിടെ ഞാൻ കുതിരാൻ വെച്ചു. ഇനി നമ്മൾ അരയ്ക്കുകയാണ്. ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ആദ്യം ഉഴുന്ന് തന്നെയാണ് ഇട്ട് അരയ്ക്കുന്നത് കേട്ടോ. ഉഴുന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് റാഗി ചേർത്ത് റാഗിയും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡറിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാവ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ രാത്രി അതേ മാവ് പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ച് വെക്കുകയാണ്. ഇനി രാവിലെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊന്തി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പൊങ്ങിയിട്ട് കുറച്ചൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടേ, എന്നാലും കുഴപ്പമില്ല. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി വെക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചു കേട്ടോ. ഞാൻ വീണ്ടും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അവിടെ വെച്ചു. അതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം, എൻ്റെ അടുത്ത് സാധാരണ അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ഉണ്ട്, എനിക്കത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ ഇഡ്ഡലി പാത്രം നമ്മൾ വെച്ചിട്ട് അടുപ്പത്ത് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കുകയാണ്. എല്ലാ കുഴികളിലും വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ തട്ടുകളിലേക്ക് മാവ് ഒഴിക്കുകയാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ മാവൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഈ തട്ടുകൾ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മാവ് വയ്ക്കാനായിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഒന്നിങ്ങനെ ചൂടായി വരുന്ന സമയത്താണ് തട്ടൊക്കെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ്, നമുക്കറിയാലോ ഇഡ്ഡലിയൊക്കെ വേവാനായിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് നല്ലതുപോലെ ആവി വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കി അതിന് ശേഷം നമ്മൾ അടപ്പൊക്കെ തുറന്ന് ഇഡ്ഡലി തട്ടൊക്കെ പുറത്തേക്ക് വെച്ചു. ചിലവർ അതിലൊക്കെ വെള്ളം തെളിക്കും, ഞാൻ വെള്ളം തെളിക്കാറില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. സ്പൂണോ വേറെ ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും. ഞാൻ അങ്ങനെ കൈകൊണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. അപ്പോൾ നല്ല റാഗി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ. അപ്പോൾ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് റാഗി ഇഡ്ഡലി തയ്യാറാക്കാമല്ലോ. അപ്പോൾ കണ്ടു നല്ല സോഫ്റ്റ് ആയിട്ടാണ് പോരുന്നത് കണ്ടോ.
അപ്പോൾ തണുപ്പ് ആവണേ ഉള്ളൂ, ചൂടാറണേ ഉള്ളൂ. എന്നാലും ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. റാഗി ഇഡ്ഡലി എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു. ഇതിൽ നിങ്ങൾക്ക് സാമ്പാറോ പരിപ്പ് കറിയോ അല്ലാന്നുണ്ടെങ്കിൽ നാളികേര ചട്നി ആയാലും കുഴപ്പമില്ല കേട്ടോ. അല്ല നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിക്കോളൂ. റാഗി ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ സബോളയും തക്കാളിയും വഴറ്റിയ ചമ്മന്തി ആയിരിക്കും നല്ലത് ഉണ്ടാവുക. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ.